ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, സഭയിലെ ധീര രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ഡീക്കൻ വിശുദ്ധ ലോറൻസിൻ്റെ തിരുനാളായിട്ടാണ് തിരുസഭാ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നത്. AD 225 സ്പെയിനിലാണ് ഈ വിശുദ്ധൻ ജാതനായത്. ചെറുപ്പത്തിലെ തന്നെ ഏറ്റവും നല്ല ഉത്തമ വിശ്വാസത്തിലാണ് മാതാപിതാക്കന്മാർ തങ്ങളുടെ ഈ കുഞ്ഞിനെ വളർത്തിയത്. അവർ ജീവിതം കൊണ്ടും ക്രിസ്തുവിനും സുവിശേഷത്തിനും സാക്ഷ്യം വഹിച്ചവരാ. വിശുദ്ധ ലോറൻസിൻ്റെ മാതാപിതാക്കന്മാരും രക്തസാക്ഷികളായിട്ട് മരണം വരിച്ചവരാണ്. തൻ്റെ പഠന കാലയളവിലാണ് സിക്സ്റ്റസ് രണ്ടാമൻ പാപ്പായെ ലോറൻസ് പരിചയപ്പെടുന്നത്. അന്ന് മാർപ്പാപ്പയായിട്ടില്ല, അധ്യാപകനായിരുന്നു. സ്പെയിനിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപകനായി വന്ന വ്യക്തിയാണ് സിക്സ്റ്റസ്. ഈ അധ്യാപകന് ഒത്തിരി പ്രിയപ്പെട്ട ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരിൽ ഒരുവനായിരുന്നു ലോറൻസ്. അതുകൊണ്ട് തന്നെ AD 257 സഭയുടെ തലവനായിട്ട് അവരോധിക്കപ്പെട്ടപ്പോൾ സിസ്റ്റസ് രണ്ടാമൻ പാപ്പ ആദ്യം ചെയ്യുന്നത് 7 ഡീക്കന്മാരെ നിയോഗിക്കുന്നുണ്ട്. അതിൽ ഒരുവനായിരുന്നു വിശുദ്ധ ലോറൻസ്. പ്രായം കൊണ്ട് ചെറുപ്പമായിരുന്നതുകൊണ്ടും വലിയ ധൈര്യവും പാഠവും ഉണ്ടായിരുന്നതുകൊണ്ടും സിക്സ്റ്റസ് രണ്ടാമൻ പാപ്പായുടെ അൾത്താര ബലിയിലെ ശുശ്രൂഷകനായിട്ടാണ് പ്രധാനമായിട്ടും അവരോധിച്ചത്. അതുകൂടാതെ സഭയുടെ എല്ലാ സ്വത്തിൻ്റെയും ചുമതലയും മേൽനോട്ടവും ഏൽപ്പിച്ചതും വിശുദ്ധ ലോറൻസിനെ തന്നെയാണ്. ആ ഇടയ്ക്കാണ് റോമിൻ്റെ അധികാരിയായിട്ട് വലേറിയൻ ചക്രവർത്തി സ്ഥാനമേറ്റെടുക്കുന്നത്. സഭയെ ഒത്തിരിയേറെ പീഡിപ്പിച്ച 3-4 ഇപ്രകാരമുള്ള ചക്രവർത്തിമാരുടെ കൂട്ടത്തിൽ അതികഠിനമായ പീഡനങ്ങൾ സഭയുടെ മേൽ, ക്രിസ്ത്യാനികളുടെ മേൽ വരുത്തിയ ചക്രവർത്തിയാണ് വലേറിയൻ ചക്രവർത്തി. 257 വലേറിയൻ ചക്രവർത്തി ഒരു വിളംബരം പുറപ്പെടുവിച്ചു. സഭയുടെ സ്വത്തെല്ലാം അത് രാജ്യത്തിൻ്റെ സ്വത്താണ്, ചക്രവർത്തിയുടെ സ്വത്താണ്. അതുകൊണ്ട് സഭയുടെ സ്വത്തെല്ലാം ചക്രവർത്തി കണ്ടെടുക്കാനായിട്ട് തീരുമാനിച്ചു. പാപ്പായുടെ അരികിൽ വന്ന് സഭയുടെ സ്വത്തെല്ലാം നൽകണം എന്ന് ആവശ്യപ്പെട്ടു. പാപ്പ അതിന് വിസമ്മതിച്ചപ്പോൾ സിക്സ്റ്റസ് രണ്ടാമൻ പാപ്പായെയും ലോറൻസ് ഒഴിച്ചുള്ള ബാക്കി 6 ഡീക്കന്മാരെയും കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ യാത്രയിൽ വിശുദ്ധനായ ലോറൻസ് പാപ്പായുടെ കാൽക്കൽ വീണ് ഇപ്രകാരമാണ് പറയുന്നത്: അല്ലയോ പിതാവേ, അങ്ങ് അർപ്പിച്ച എല്ലാ ബലികളിലും അങ്ങയോടുകൂടെ അൾത്താരയിൽ ശുശ്രൂഷകനായി ഞാൻ ഉണ്ടായിരുന്നതല്ലേ? അങ്ങ് അർപ്പിക്കുന്ന ഈ അവസാന ബലിയിൽ എന്തേ എന്നെ കൂടെ കൂട്ടാത്തത്? ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത് എന്ന്. വിലങ്ങണിഞ്ഞ കൈകൾ കൊണ്ട് ലോറൻസിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സ്നേഹത്തിൻ്റെ ആലിംഗനം നൽകിയിട്ട് സിക്സ്റ്റസ് രണ്ടാമൻ പാപ്പ ലോറൻസിനോട് പറയുന്നുണ്ട്: എൻ്റെ മകനെ, ഞാൻ നടന്ന വഴിയിലൂടെ 3 ദിവസങ്ങൾക്കപ്പുറം നീയും യാത്ര തിരിക്കും. അതിക്ക് മുമ്പ് നിനക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. സഭയുടെ സ്വത്തെല്ലാം ദരിദ്രർക്കും വിധവകൾക്കും പാവപ്പെട്ടവർക്കുമായിട്ട് വീതിച്ചു കൊടുക്കുക. കൊലക്കളത്തിലേക്ക് ആനയിക്കപ്പെട്ട സിക്സ്റ്റസ് രണ്ടാമൻ പാപ്പായെയും കൂടെയുണ്ടായിരുന്ന 6 ഡീക്കന്മാരെയും വലേറിയൻ ചക്രവർത്തിയുടെ ഭടന്മാർ ആ ക്ഷണത്തിൽ തന്നെ ശിരസ് ഛേദിച്ച് വധിക്കുന്നുണ്ട്. തുടർന്ന് ലോറൻസിനോട് റോമിൻ്റെ പ്രീഫെക്റ്റ് ആവശ്യപ്പെടുക: സഭയുടെ സ്വത്ത് മുഴുവനും എൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന് വയ്ക്കുക. ലോറൻസ് പറഞ്ഞു: എന്നെ തിട്ടപ്പെടുത്താൻ കുറച്ച് സമയമെടുക്കും, അതുകൊണ്ട് 3 ദിവസത്തെ അവധി എനിക്ക് തരണം. 3 ദിവസം കൊണ്ട് സഭയുടെ സ്വത്തെല്ലാം ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും വിധവകൾക്കൊക്കെ നൽകിയതിന് ശേഷം വിശുദ്ധ ലോറൻസ് കൊട്ടാരത്തിലേക്ക് ഇവരോടൊപ്പം നടന്നു ചെല്ലുകയാണ്. ശൂന്യമായ കരങ്ങൾ കണ്ട് വലേറിയൻ ചക്രവർത്തി കുപിതനായി, എവിടെ സഭയുടെ സ്വത്ത്? അതെൻ്റെ കാൽക്കൽ വയ്ക്കുക. ഉടനെ ലോറൻസ് പറഞ്ഞു: ദാ എൻ്റെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യരില്ലേ, അവരാണ് സഭയുടെ സ്വത്തെന്ന്.
കുപിതനായ വലേറിയൻ ചക്രവർത്തി ലോറൻസിനോട് പറഞ്ഞു, രാജകൊട്ടാരത്തിൽ വന്ന് എന്നെ അപമാനിച്ച നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുമെന്ന്. കൊലക്കളത്തിലേക്ക് ലോറൻസും ആനയിക്കപ്പെടുന്നുണ്ട്. ഇഞ്ചിഞ്ചായി കൊല്ലാനായിട്ട് ഒരു ഇരുമ്പ് പലകയിൽ ലോറൻസിനെ കിടത്തിയിട്ട് അടിയിൽ തീയിടാൻ തുടങ്ങി. പതിയെ പതിയെ ശരീരം വേവുന്ന അവസ്ഥ. അതികഠിനമായ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോഴും ലോറൻസ് ഇപ്രകാരമാണ് വിളിച്ച് പറയുന്നത്, ദാ എൻ്റെ വലതുവശത്ത് ആവശ്യത്തിനേറെ മുരിഞ്ഞിട്ടുണ്ട്, ഇനി തിരിച്ചു കിടത്തുക, എൻ്റെ ഇടതുവശവും മുരിഞ്ഞോട്ടെ എന്ന്. ഇപ്രകാരം സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴും ആ സഹനങ്ങളെല്ലാം ക്രിസ്തുവിനെ പ്രതിയുള്ള സ്നേഹ സമ്മാനമായിട്ട് അവൻ സ്വീകരിച്ചപ്പോൾ മാംസം കരിഞ്ഞ ദുർഗന്ധമല്ല, മറിച്ച് റോമൻ പട്ടണം മുഴുവനും സുഗന്ധപൂരിതമായി എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. ആ സുഗന്ധപൂരിതമായ പട്ടണത്തിൽ നിന്നും ലോറൻസിൻ്റെ രക്തസാക്ഷിത്വത്തിന് സാക്ഷ്യം വഹിക്കാൻ ജനങ്ങൾ മുഴുവനും ഒഴുകിയെത്തി. ഏതാനും മണിക്കൂറിനുള്ളിൽ ഒരു കരിക്കട്ടയായിട്ട് ലോറൻസ് മാറുമ്പോഴും ആ പ്രദേശം മുഴുവനും സുഗന്ധപൂരിതമായിരുന്നു. റോമിൻ്റെ മാനസാന്തരത്തിന് കാരണമായത് വിശുദ്ധ ലോറൻസിൻ്റെ രക്തസാക്ഷിത്വമാണ് എന്ന് ചരിത്രം പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധൻ തൻ്റെ ജീവിതം മുഴുവനും ക്രിസ്തുവിനു വേണ്ടി, സഭയ്ക്കു വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു. നാം ഒക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് അവന് വേണ്ടിയുള്ള സഹന വഴികളിലൂടെ നടക്കുവാനായിട്ടുള്ള ആർജവം ഉൾക്കൊള്ളാൻ വേണ്ടിയ. വചനം പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയാതെ പുതിയ നാമ്പ് മുളയ്ക്കില്ല. നമ്മുടെ ജീവിതമൊക്കെ ഇപ്രകാരം അഴുകി തുടങ്ങുമ്പോഴേ പുതുനാമ്പ് മുളയ്ക്കുകയുള്ളൂ. ഉരുകിത്തീരുമ്പോഴേ പ്രകാശമായിട്ട് മാറുകയുള്ളൂ. അലിഞ്ഞ് തീരുമ്പോഴേ അത് മധുരമായിട്ടും ടേസ്റ്റായിട്ടും മാറുകയുള്ളൂ. വിശുദ്ധ ലോറൻസിനെ പോലെ ക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നമുക്കും ഉരുകിത്തീരാം, അലിഞ്ഞില്ലാതെയാകാം, അഴുകി തുടങ്ങാം.